ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ 23ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കും രാഷ്ട്രപതിയെ കുറിച്ചാണ്. അപ്പോൾ ക്ലാസ് മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഇതിന്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഗവൺമെന്റിന്റെ ഘടകങ്ങൾ. ഗവൺമെന്റിന്റെ ഘടകങ്ങളെ നമുക്ക് പ്രധാനമായും മൂന്നായി തരംതിരിക്കാം. ഒന്ന് എക്സിക്യൂട്ടീവ്, രണ്ട് ജുഡീഷ്യറി, മൂന്ന് ലെജിസ്ലേറ്റീവ്. അപ്പോൾ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് എക്സിക്യൂട്ടീവ്, രണ്ട് ജുഡീഷ്യറി, മൂന്ന് ലെജിസ്ലേറ്റീവ്. എന്താണ് എക്സിക്യൂട്ടീവ്, അതായത് കാര്യനിർവഹണ വിഭാഗം എന്ന് ചോദിച്ചാൽ നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം എന്നും രണ്ട് സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം എന്നും. ഓക്കെ, അപ്പോൾ ഗവൺമെന്റിന്റെ ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പ്രധാനമായും മൂന്ന് ഘടകങ്ങളാണ് ഗവൺമെന്റിന് ഉള്ളത്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേറ്റീവ്. അതിൻ്റെ അകത്ത് എക്സിക്യൂട്ടീവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, അതായത് കാര്യനിർവഹണ വിഭാഗത്തെക്കുറിച്ച്. നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തെ നമുക്ക് വീണ്ടും രണ്ടായി തരംതിരിക്കാം. അതിൽ ഒന്നാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം എന്നും രണ്ട് സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം എന്നും. ഇനി നമുക്ക് യൂണിയൻ എക്സിക്യൂട്ടീവ് എന്താണെന്നുള്ളത് നോക്കാം. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി നേതൃത്വത്തിലുള്ള മന്ത്രിസഭ, ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. ഇത്രയാണ് യൂണിയൻ എക്സിക്യൂട്ടീവിൽ വരുന്നത്. ആരൊക്കെയാണ്? കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവര് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ, ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. ഇവയാണ് യൂണിയൻ എക്സിക്യൂട്ടീവിൽ വരുന്നത്. രാഷ്ട്രപതിയെയും കേന്ദ്ര മന്ത്രിമാരെയും ചേർന്ന് അറിയപ്പെടുന്നത് രാഷ്ട്രീയ നിർവഹണ വിഭാഗം എന്നാണ്. അതായത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്നാണ് രാഷ്ട്രപതിയെയും കേന്ദ്ര മന്ത്രിമാരെയും ചേർത്ത് അറിയപ്പെടുന്നതാണ് രാഷ്ട്രീയ നിർവഹണ വിഭാഗം, അതായത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്നുള്ളത്. ഇനി സ്ഥിര കാര്യനിർവഹണ വിഭാഗമായിട്ട് അറിയപ്പെടുന്നത് ആരൊക്കെയാന്നുള്ളത് ഇനി നമുക്ക് നോക്കാം. അതായത് പെർമനന്റ് എക്സിക്യൂട്ടീവ് ആരൊക്കെയാന്നുള്ളത്. ഓക്കെ, അതായത് കുറച്ച് ഉദ്യോഗസ്ഥരാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന പെർമനന്റ് എക്സിക്യൂട്ടീവ്. അതാരൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ നമുക്ക് രാഷ്ട്രപതിയെ കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 52 PSC എക്സാമുകളിൽ ഒത്തിരി തവണ ചോദിച്ചൊരു ചോദ്യമാണ്. ഇന്ത്യക്ക് രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം ചോദിച്ചു കഴിഞ്ഞാൽ അത് മക്കളെ 52 അനുച്ഛേദത്തിലാണ് ഇന്ത്യക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്നത്. അനുച്ഛേദം 52 ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. രാഷ്ട്രത്തിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയാണ്. നമുക്കറിയാം, രാഷ്ട്രത്തിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. കേന്ദ്രമന്ത്രിസഭയുടെ തലവൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ രാഷ്ട്രത്തിന്റെ തലവൻ രാഷ്ട്രപതിയാണ്. കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ ആരാന്ന് ചോദിച്ചാൽ അത് പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്ന് പറയുന്നതാണ് രാഷ്ട്രപതി. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ എന്ന് പറയുന്നതും രാഷ്ട്രപതി തന്നെയാണ്. ഭാരത സർക്കാരിന്റെ എല്ലാ പ്രവൃത്തികളും രാഷ്ട്രപതിയുടെ പേരിലാണ് നടത്തപ്പെടുന്നത്. പാർലമെന്റ് അംഗമല്ലാതെ പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ് രാഷ്ട്രപതി. ഭരണഘടനയനുസരിച്ച് ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിയിലാണ്. അപ്പോൾ ഭരണഘടനയനുസരിച്ച് ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിയിലാണ്. എന്നാൽ ഈ അധികാരങ്ങൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത്
പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളെല്ലാം നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിയിലാണ്. എന്നാൽ അധികാരങ്ങളൊക്കെ ആരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേന്ദ്ര മന്ത്രിസഭയ്ക്കാണ്. അതായത് ഈ പറയുന്ന പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്കുമാണ് മൊത്തം എന്തുള്ളത്, അധികാരമുള്ളത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓർത്തു വെച്ചോ. അടുത്തത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർ സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ അല്ലെങ്കിൽ ലോകസഭയാണ്, റൊട്ടേഷൻ അനുസരിച്ച് വരും. ഓക്കെ, ഇനി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതിയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. രാഷ്ട്രപതിയുടെ ഭരണകാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതിയുടെ ഭരണകാലാവധി എത്ര വർഷമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 5 വർഷമാണ്. ഒരു വ്യക്തിക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാവുന്നതാണ്. അപ്പോൾ 5 വർഷമാണ് രാഷ്ട്രപതിയുടെ ഭരണകാലാവധി. എന്നിരുന്നാലും വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് നമുക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് രാഷ്ട്രപതിയാകാം. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തിക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാവുന്നതാണ്. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ സുപ്രീം കോടതിയിലെ മുതിർന്ന ജഡ്ജി സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉപരാഷ്ട്രപതിക്കാന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആരുടെ മുന്നിലാണ് അല്ലെങ്കിൽ ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉപരാഷ്ട്രപതിക്കാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി ആരുടെ മുന്നിലാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ മാത്രമാണ് മുതിർന്ന ജഡ്ജിയുടെ മുന്നിൽ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഓക്കെ, ഇനി രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് അനുച്ഛേദം ചോദിച്ചാൽ 54 രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് അനുച്ഛേദം എന്ന് പറയുന്നത്. രാഷ്ട്രപതിയെ തെരഞ്ഞെടുപ്പിൽ നേതൃത്വം നൽകുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജ് ആണ്. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇലക്ട്രൽ കോളേജിലെ പാർലമെന്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ പാർലമെന്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് വരുന്നത്. ഓക്കെ, സംസ്ഥാന നിയമസഭകളിലെയും കേന്ദ്ര പ്രദേശങ്ങളായ ഡൽഹി, പുതുച്ചേരി എന്നീ നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലെ അംഗങ്ങൾക്കും പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും ഡൽഹി, പുതുച്ചേരി ഉൾപ്പെടെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്കും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമില്ല എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ 54 ഓർത്തു വയ്ക്കുക. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് 54 എന്ന് പറയുന്നത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നേതൃത്വം നൽകുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജ് ആണ്. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജ് ആണ്. ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ പാർലമെന്റിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. സംസ്ഥാന നിയമസഭകളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ഡൽഹി, പുതുച്ചേരി എന്നീ നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, അതേപോലെ തന്നെ സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലെ അംഗങ്ങൾക്കും പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അതായത് ഡൽഹി, പുതുച്ചേരി ഉൾപ്പെടെയുള്ള നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്കും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമില്ല എന്നുള്ളതും ഓർത്തു വയ്ക്കുക. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് വഴിയാണ്, അതായത് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം എന്ന് പറയുന്ന രീതിയിലാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അനുവർത്തിച്ച് പോരുന്നത്. അപ്പോൾ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിംഗ് ആണ്. അതായത് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം അനുസരിച്ചാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അനുവർത്തിച്ചു പോരുന്നത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നൽകുന്ന ബാലറ്റ് പേപ്പറിന്റെ നിറം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർലമെന്റ് അംഗങ്ങൾക്ക് പച്ച നിറവും അതേപോലെ തന്നെ നിയമസഭാ അംഗങ്ങൾക്ക് പിങ്ക് നിറവുമാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നൽകുന്ന ബാലറ്റ് പേപ്പറിന്റെ നിറം എന്ന് പറയുന്നത്. അപ്പോൾ
രാഷ്ട്രപതി തെരഞ്ഞെടുപ്പില് ബാലറ്റ് പേപ്പർ പാർലമെന്റ് അംഗങ്ങളുടെ പച്ചയും നിയമസഭാ അംഗങ്ങൾക്ക് പിങ്കുമാന്നുള്ളത് ഓർത്തു വയ്ക്കുക. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. അത് ഏത് അനുച്ഛേദ പ്രകാരമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 71 അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതി അനുച്ഛേദം 71 പ്രകാരമാണ്. ഓക്കെ, അടുത്തത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനുള്ള യോഗ്യതകൾ. 1 ഇന്ത്യൻ പൗരനായിരിക്കണം. 2 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന വ്യക്തി ആയിരിക്കരുത്. എന്നാൽ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി ഉൾപ്പെടെ എന്നിവർക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാവുന്നതാണ്. അപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനുള്ള യോഗ്യതകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ, ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന വ്യക്തി ആയിരിക്കരുത്. എന്നാൽ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി ഉൾപ്പെടെ എന്നിവർക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാവുന്നതാണ്. ഓക്കെ, ഇനി രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെയാണ് എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ. 2 ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ. 3 ഫിനാൻഷ്യൽ അധികാരങ്ങൾ. 4 ജുഡീഷ്യൽ അധികാരങ്ങൾ. 5 ഡിപ്ലോമാറ്റിക് അധികാരങ്ങൾ. 6 മിലിറ്ററി അധികാരങ്ങൾ. 7 വീറ്റോ അധികാരങ്ങൾ. 8 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 എക്സിക്യൂട്ടീവ് അധികാരം, 2 ലെജിസ്ലേറ്റീവ് അധികാരം, 3 ഫിനാൻഷ്യൽ അധികാരങ്ങൾ, 4 ജുഡീഷ്യൽ അധികാരങ്ങൾ, 5 ഡിപ്ലോമാറ്റിക് അധികാരങ്ങൾ, 6 മിലിറ്ററി അധികാരം, 7 വീറ്റോ അധികാരം, 8 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ. ഇത്രയാണ് രാഷ്ട്രപതിയുടെ പ്രധാനപ്പെട്ട 8 അധികാരങ്ങൾ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ. അനുച്ഛേദം 53(1) പ്രകാരം യൂണിയന്റെ കാര്യനിർവഹണ അധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അപ്പോൾ അനുച്ഛേദം 53(1) എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിയന്റെ കാര്യനിർവഹണ അധികാരം എന്ന് പറയുന്നത് രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നാണ് ഈ അനുച്ഛേദം പറയുന്നത്. ഇന്ത്യ ഗവൺമെന്റിലെ പല ഉന്നത പദവികളും അതേപോലെ തന്നെ എന്താണ് വ്യക്തികളെ നിയമിക്കുന്നതിനുള്ള അധികാരവും ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാഷ്ട്രപതിക്കാണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ പല ഉന്നത പദവികളും അതേപോലെ തന്നെ വ്യക്തികളെ നിയമിക്കുന്നതിനുള്ള അധികാരവും രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ നിയമിക്കുകയും പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം മറ്റു മന്ത്രിമാരെയും നിയമിക്കുന്നു. അനുച്ഛേദം 74(1) പ്രകാരം രാഷ്ട്രപതിയെ സഹായിക്കുവാനും ഉപദേശിക്കുവാനും പ്രധാനമന്ത്രി തലവനായുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കേണ്ടതും രാഷ്ട്രപതി തൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ അങ്ങനെയുള്ള ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുമാകുന്നു. ഏതു പ്രദേശങ്ങളെയും ഷെഡ്യൂൾഡ് ഏരിയയായി പ്രഖ്യാപിക്കുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. അതേപോലെ തന്നെ ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിക്കാൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. സോളിസിറ്ററി ജനറൽ നിയമിക്കുന്നതും അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതും കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് അധികാരങ്ങളായിട്ട് ആരുടെ? രാഷ്ട്രപതിയുടെ. ഇനി എന്തൊക്കെയാണ് ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ എന്ന് നോക്കാം. പാർലമെന്റിന്റെ ഇരുസഭകളെയും വിളിച്ചുകൂട്ടുന്നതും നിർത്തിവയ്ക്കുന്നതും ലോകസഭ പിരിച്ചുവിടുന്നതും രാഷ്ട്രപതിയാണ്. അനുച്ഛേദം 87 പ്രകാരം ഓരോ വർഷത്തെയും ആദ്യ സമ്മേളനത്തിനും ഓരോ പൊതു തെരഞ്ഞെടുപ്പും കഴിഞ്ഞ ശേഷമുള്ള ആദ്യ സമ്മേളനത്തിനും പാർലമെന്റ് ഇരുസഭകളെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുന്നു. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള അധികാരവും ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. CAG, UPSC, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ എന്നിവരുടെ റിപ്പോർട്ടുകൾ പാർലമെന്റിൽ വായിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതേപോലെ തന്നെ പാർലമെന്റിന്റെ കാലതാമസം നേരിടുന്ന ബില്ലിനെ സംബന്ധിച്ചോ
മറ്റെന്തെങ്കിലും കാര്യത്തെ സംബന്ധിച്ചോ രാഷ്ട്രപതിക്ക് പാർലമെന്റിനോട് വിശദീകരണം തേടാൻ കഴിയും. കേന്ദ്ര ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം പാർലമെന്റിൽ വായിക്കുന്നതും രാഷ്ട്രപതിയാണ്. പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ അനുച്ഛേദം 102 പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 102. പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് അവസാന തീരുമാനം കൈക്കൊള്ളുന്നത് പ്രസിഡന്റ് ആണെന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് 103. അനുച്ഛേദം 103 പ്രകാരം പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് തർക്കമുണ്ടായാൽ തീരുമാനമെടുക്കേണ്ടതും രാഷ്ട്രപതി തന്നെയാണ്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരു നിയമനിർമ്മാണ സഭയിലെ അംഗത്തെ അയോഗ്യനാക്കുന്നത് പ്രസ്തുത സഭയുടെ അധ്യക്ഷനാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ലെജിസ്ലേറ്റീവ് അധികാരങ്ങളായിട്ട് രാഷ്ട്രപതിയുടെ നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? പാർലമെന്റിന്റെ ഇരുസഭകളെയും വിളിച്ചു കൂട്ടുന്നതും നിർത്തിവെക്കുന്നതും ലോകസഭ പിരിച്ചുവിടുന്നതും രാഷ്ട്രപതി. അനുച്ഛേദം 87 പ്രകാരം ഓരോ വർഷത്തെയും ആദ്യ സമ്മേളനത്തിനും അതേപോലെ തന്നെ ഒരു പൊതു തെരഞ്ഞെടുപ്പും കഴിഞ്ഞ ശേഷമുള്ള ആദ്യ സമ്മേളനത്തിനും പാർലമെന്റിന്റെ ഇരുസഭകളെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുന്നു. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിനുള്ള അധികാരം എന്ന് പറയുന്നതും ആർക്ക് തന്നെയാണ്? നമ്മുടെ രാഷ്ട്രപതിക്കാണ്. CAG അതേപോലെ തന്നെ UPSC, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ എന്നിവരുടെ റിപ്പോർട്ടുകൾ പാർലമെന്റിൽ വായിക്കുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണ്. ഓക്കെ, ഇനി പാർലമെന്റിൽ കാലതാമസം നേരിടുന്ന ബില്ലിനെ സംബന്ധിച്ചോ മറ്റേതെങ്കിലും കാര്യത്തെ സംബന്ധിച്ചോ രാഷ്ട്രപതിക്ക് പാർലമെന്റിനോട് വിശദീകരണം തേടാൻ കഴിയും. ഓക്കെ, ഇനി പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത് അനുച്ഛേദം 102. അതേപോലെ തന്നെ പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് അവസാന തീരുമാനം കൈക്കൊള്ളേണ്ടത് പ്രസിഡന്റ് ആണെന്ന് പരാമർശിക്കുന്നതാണ് 103 എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇനി എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ അധികാരങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. രാഷ്ട്രപതിയുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമാണ് ധനബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ രാഷ്ട്രപതിയുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമാണ് ധനബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. കേന്ദ്ര ബജറ്റ് പാർലമെന്റിൽ വായിക്കുന്നത് രാഷ്ട്രപതിയുടെ പേരിലാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് റവന്യൂ വിതരണത്തിനായി കേന്ദ്ര ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്. പാർലമെന്റ് പാസാക്കിയ ഒരു ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുമ്പോൾ അതിൽ ഒപ്പുവയ്ക്കാതെ രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാൻ കഴിയണം. എന്നാൽ പ്രസ്തുത ബില്ല് പാർലമെന്റ് വീണ്ടും പാസാക്കിയ രാഷ്ട്രപതിക്ക് അയക്കുകയാണെങ്കിൽ അതിൽ ഒപ്പുവയ്ക്കാൻ രാഷ്ട്രപതി ബാധ്യസ്ഥനാണ്. ഓക്കെ, അപ്പോൾ പാർലമെന്റ് പാസാക്കിയ ഒരു ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുമ്പോൾ അതിൽ ഒപ്പുവയ്ക്കാതെ രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാൻ കഴിയും. എന്നാൽ പ്രസ്തുത ബില്ല് പാർലമെന്റ് വീണ്ടും പാസാക്കിയിട്ട് രാഷ്ട്രപതിക്ക് അയക്കുകയാണെങ്കിൽ അതിൽ ഒപ്പുവയ്ക്കാൻ രാഷ്ട്രപതി ബാധ്യസ്ഥനാണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് രാഷ്ട്രപതിയുടെ ജുഡീഷ്യൽ അധികാരങ്ങൾ? സുപ്രീം കോടതി, ഹൈക്കോടതി ചീഫ് ജഡ്ജിമാർ എന്നിവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഓക്കെ, അപ്പോൾ സുപ്രീം കോടതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ജഡ്ജിമാർ എന്നിവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അനുച്ഛേദം 143 ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി പ്രാവശ്യം PSC ചോദിച്ചൊരു ചോദ്യമാണ്. ആർട്ടിക്കിൾ 143 143 എന്താണുള്ളത്? അതായത് ആർട്ടിക്കിൾ 143 പ്രകാരം ഏതു വിഷയത്തിലും സുപ്രീം കോടതിയുടെ ഉപദേശം ചോദിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. അപ്പോൾ ഏതു വിഷയത്തിലും സുപ്രീം കോടതിയുടെ ഉപദേശം ചോദിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് എന്ന് പറയുന്ന അനുച്ഛേദമാണ് 143. പൊതുമാപ്പ് നൽകുന്നതിനുള്ള രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും അധികാരം. അപ്പോൾ പൊതുമാപ്പ് നൽകുന്നതിനുള്ള രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും അധികാരം. ഒരു കുറ്റവാളിക്ക് സുപ്രീം കോടതി ഉൾപ്പെടെ ഇന്ത്യയിലെ ഏതൊരു കോടതി നൽകിയ ശിക്ഷയും വധശിക്ഷ ഉൾപ്പെടെ ഇളവ് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ മാപ്പ് നൽകുന്നതിനുള്ള അധികാരം എന്ന് പറയുന്നത് ആരിൽ നിക്ഷിപ്തമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാഷ്ട്രപതിയിലാണ്. ഓക്കെ, സംസ്ഥാന നിയമത്തിന്റെ പരിധിയിലുള്ള ഏത് ശിക്ഷയും നിർത്തിവയ്ക്കാനോ ഇളവ് ചെയ്യാനോ മാപ്പ് ചെയ്യാനോ ഉള്ള അധികാരം സംസ്ഥാന ഗവർണർക്കുണ്ട്. പട്ടാളക്കോടതി ശിക്ഷ വിധിച്ച കുറ്റവാളിക്ക് മാപ്പ് നൽകുന്നത് രാഷ്ട്രപതിയാണ്. ഓക്കെ, അപ്പോൾ പട്ടാളക്കോടതി ശിക്ഷ വിധിച്ച കുറ്റവാളിക്ക് മാപ്പ് നൽകുന്നത് ആരാണ്?
രാഷ്ട്രപതിക്ക് അധികാരമില്ല, അത് ഗവർണർ രാഷ്ട്രപതിയാണ്, അതിന് ഗവർണർക്ക് എന്തില്ല, അധികാരമില്ല. അപ്പോൾ പട്ടാളക്കോടതി ശിക്ഷ വിധിച്ച കുറ്റവാളിക്ക് മാപ്പ് നൽകുന്നത് രാഷ്ട്രപതിയാണ്, ഗവർണർക്ക് അതിന്റെ അധികാരമില്ല. ഇനി ഭരണഘടനയുടെ 72-ാം അനുച്ഛേദം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഭരണഘടനയുടെ 72-ാം അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതി കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നത്. അപ്പോൾ രാഷ്ട്രപതിയുടെ പൊതുമാപ്പ് താഴെ പറയുന്നവയിൽ ഏത് അനുച്ഛേദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുച്ഛേദം 72-ലാണ് രാഷ്ട്രപതിയുടെ പൊതുമാപ്പിനെ കുറിച്ച് പരാമർശിക്കുന്നത്. ഭരണഘടനയുടെ 161-ാം അനുച്ഛേദം അനുസരിച്ചാണ് കുറ്റവാളികൾക്ക് ഗവർണർ മാപ്പ് നൽകുന്നത്. അപ്പോൾ രാഷ്ട്രപതിയുടെ പൊതുമാപ്പ് 72 ആണെങ്കിൽ ഗവർണറുടെ പൊതുമാപ്പ് ഏതാണ് അനുച്ഛേദം എന്ന് ചോദിച്ചാൽ അത് 161 ഓർത്തു വയ്ക്കുക. എന്താണ് ഇനി ഡിപ്ലോമാറ്റിക് അധികാരങ്ങൾ എന്ന് ചോദിച്ചാൽ, അതായത് അന്താരാഷ്ട്ര ഉടമ്പടികൾ എല്ലാം നടത്തുന്നത് രാഷ്ട്രപതിയുടെ പേരിലാണ്, എന്നാൽ അവയ്ക്ക് അംഗീകാരം നൽകുന്നത് പാർലമെന്റാണ്. അപ്പോൾ അന്താരാഷ്ട്ര ഉടമ്പടികളെല്ലാം നടത്തുന്നത് രാഷ്ട്രപതിയുടെ പേരിലാണെങ്കിലും അവയ്ക്ക് അംഗീകാരം നൽകുന്നത് പാർലമെന്റാണ്. അന്താരാഷ്ട്ര കാര്യങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നതും വിവിധ രാജ്യങ്ങളിലെ അംബാസിഡർമാർ, ഹൈ കമ്മീഷണർമാർ എന്നിവരെ അയക്കുന്നതും രാഷ്ട്രപതിയാണ്. അപ്പോൾ അന്താരാഷ്ട്ര കാര്യങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നതും വിവിധ രാജ്യങ്ങളിലെ അംബാസിഡർമാർ, ഹൈ കമ്മീഷണർമാർ എന്നിവരെ അയക്കുന്നതും ആരാണെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയാണ്. ഓക്കെ, അടുത്തത് രാഷ്ട്രപതിയുടെ മിലിറ്ററി അധികാരങ്ങളാണ്. ഇന്ത്യൻ സായുധ സേനയുടെ സർവ്വ സൈന്യാധിപൻ ആരാണെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയാണ്. അപ്പോൾ ഇന്ത്യൻ സായുധ സേനയുടെ സർവ്വ സൈന്യാധിപനാണ് രാഷ്ട്രപതി. പാർലമെന്റിന്റെ അനുമതിയോടെ ഒരു രാജ്യത്തിന്റെ യുദ്ധം പ്രഖ്യാപിക്കുന്നതും സമാധാന കരാറിൽ ഒപ്പുവെക്കുന്നതും രാഷ്ട്രപതിയാണ്. അപ്പോൾ പാർലമെന്റിന്റെ അനുമതിയോടെ ഒരു രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നതും സമാധാന കരാറിൽ ഒപ്പുവെക്കുന്നതും രാഷ്ട്രപതിയാണ്. അപ്പൊ പാർലമെന്റിന്റെ അനുമതിയോടെ ഒരു രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നതും സമാധാന കരാറിൽ ഒപ്പുവെക്കുന്നതും രാഷ്ട്രപതിയാണ്. കരസേന, വ്യോമസേന, നാവികസേന എന്നിവയുടെ തലവന്മാരെ നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്. ഓർഡിനൻസ് പാർലമെന്റിൽ ഇരുസഭകളെയും ഏതെങ്കിലും ഒരു സഭയോ സമ്മേളിക്കാത്ത അവസരങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതും രാഷ്ട്രപതിയാണ്. ഓർഡിനൻസിനെ കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദം ഒത്തിരി എക്സാമുകളിൽ ചോദിച്ചതാണ്. 1, 2, 3 ഓടിക്കോ എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1, 2, 3. അപ്പോൾ 1, 2, 3 ഓടിക്കോ എന്ന് ഓർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനൻസിനെ കുറിച്ച് പറയുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 1, 2, 3 ആണെന്നുള്ളത് ഓർത്തു വയ്ക്കാം. പാർലമെന്റ് സമ്മേളിച്ച 6 ആഴ്ചയ്ക്കുള്ളിൽ ആണ് പ്രസ്തുത ഓർഡിനൻസ് പാർലമെന്റിൽ അംഗീകരിക്കേണ്ടത്. അപ്പോൾ പാർലമെന്റ് സമ്മേളിച്ച 6 ആഴ്ചയ്ക്കുള്ളിലാണ് പ്രസ്തുത ഓർഡിനൻസ് പാർലമെന്റിൽ അംഗീകരിക്കേണ്ടത്. ഒരു ഓർഡിനൻസിന്റെ സാധാരണ കാലാവധി ചോദിച്ചേക്കണ ചോദ്യമാണ്. ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? നമ്മുടെ പ്രസിഡന്റിനാണ്. അതേപോലെ തന്നെ ഓർഡിനൻസ് ഏത് അനുച്ഛേദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അനുച്ഛേദം 123. ഒരു ഓർഡിനൻസിന്റെ സാധാരണ കാലാവധി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 6 മാസമാണ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ തന്നിട്ട് താഴെ പറയുന്നതിൽ ശരിയായത് മാത്രം ഓർഡിനൻസുമായി ബന്ധപ്പെട്ടത് തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ തെറ്റായത് മാത്രം തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം പഠിച്ചു വയ്ക്കണം. പാർലമെന്റ് പരിഗണിക്കാത്ത ഒരു ഓർഡിനൻസിന്റെ പരമാവധി കാലാവധി 6 മാസവും 6 ആഴ്ചയും. പാർലമെന്റ് ഇത് സമ്മേളനങ്ങൾക്കിടയിലെ പരമാവധി ദൈർഘ്യം 6 മാസം ആയതിനാലാണ്. ഒരു രാഷ്ട്രപതിക്ക് ഏത് സമയത്തും പിൻവലിക്കാവുന്നതാണ് ഓർഡിനൻസ്. ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് പുറപ്പെടുവിച്ചിട്ടുള്ള പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അത് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ചോദിച്ച ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് പുറപ്പെടുവിച്ചിട്ടുള്ള പ്രസിഡന്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് പുറപ്പെടുവിച്ചിട്ടുള്ള പ്രസിഡന്റ് ആണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഓർഡിനൻസ് നികുതി നിയമത്തിൽ ഭേദഗതി വരുത്താൻ സാധിക്കും. ഓർഡിനൻസ് ഉപയോഗിച്ച് ഭരണഘടനാ ഭേദഗതി വരുത്താൻ സാധിക്കില്ല. അപ്പോൾ ഓർഡിനൻസ് എന്താണ്? നികുതി നിയമത്തിൽ ഭേദഗതി വരുത്താൻ സാധിക്കും, പക്ഷെ ഓർഡിനൻസ് ഉപയോഗിച്ച് ഭരണഘടനാ ഭേദഗതി വരുത്താനായിട്ട് സാധിക്കില്ല. ഇനി രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരങ്ങൾ.
രാഷ്ട്രപതിയുടെ അധികാരം പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് 111. വീറ്റോ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം തടയുക എന്നതാണ്. അപ്പൊ രാഷ്ട്രപതിയുടെ അധികാരം പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് വീറ്റോ പവർ. വീറ്റോ പവർ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 111. വീറ്റോ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം തടയുക എന്നതാണ്. 4 തരത്തിലുള്ള വീറ്റോ അധികാരങ്ങളാണ് നിലവിലുള്ളത്. 1 അബ്സല്യൂട്ട് വീറ്റോ, 2 പോക്കറ്റ് വീറ്റോ, 3 സസ്പെൻസീവ് വീറ്റോ, 4 ക്വാളിഫൈഡ് വീറ്റോ. അപ്പോൾ വീറ്റോ പവറിനെ കുറിച്ച് പറയുന്ന അനുച്ഛേദം 111 വീറ്റോ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ തടയുക എന്നതാണ്. 4 തരത്തിലുള്ള വീറ്റോയാണ് നിലവിൽ നമുക്ക് പഠിക്കാനുള്ളത്. 1 അബ്സല്യൂട്ട് വീറ്റോ, 2 പോക്കറ്റ് വീറ്റോ, 3 സസ്പെൻസീവ് വീറ്റോ, 4 ക്വാളിഫൈഡ് വീറ്റോ. അബ്സല്യൂട്ട് വീറ്റോ, പോക്കറ്റ് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ എന്നിവ അടങ്ങിയതാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അധികാരം എന്ന് പറയുന്നത്. ഇനി എന്താണ് അബ്സല്യൂട്ട് വീറ്റോ എന്ന് ചോദിച്ചാൽ പാർലമെന്റ് പാസാക്കിയ ഒരു ബില്ല് ഒപ്പിടാതിരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പാർലമെന്റ് എന്ത് ചെയ്യുന്നു? ഒരു ബില്ല് പാസ്സാക്കുന്നു. ആ ബില്ലിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? രാഷ്ട്രപതിക്ക് ഒപ്പിടാതിരിക്കാം. അതിനെ പറയുന്നതാണ് അബ്സല്യൂട്ട് വീറ്റോ. അബ്സല്യൂട്ട് പ്രയോഗിക്കുന്നത് ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ലിലും ഒരു മന്ത്രിസഭ രാജിവെക്കുകയും പുതുതായി അധികാരത്തിലെത്തുന്ന മന്ത്രിസഭ രാഷ്ട്രപതിയോട് പഴയ മന്ത്രിസഭ പാസാക്കിയ ബില്ല് ഒപ്പിടേണ്ട എന്ന ശുപാർശ ചെയ്യുന്ന സന്ദർഭത്തിലാണ് അബ്സല്യൂട്ട് വീറ്റോ എന്ത് ചെയ്യുന്നത്? പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ നടപ്പാക്കുന്നത്. അപ്പോൾ പാർലമെന്റ് പാസാക്കിയ ഒരു ബില്ല് ഒപ്പിടാതിരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് അബ്സല്യൂട്ട് വീറ്റോ. അബ്സല്യൂട്ട് വീറ്റോ പ്രയോഗിക്കുന്നത് ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ലിലും അതേപോലെ തന്നെ ഒരു മന്ത്രിസഭ രാജിവെക്കുകയും പുതുതായി അധികാരത്തിലെത്തുന്ന മന്ത്രിസഭ രാഷ്ട്രപതിയോട് പഴയ മന്ത്രിസഭ പാസാക്കിയ ബില്ല് ഒപ്പിടേണ്ട എന്ന ശുപാർശ ചെയ്യുന്ന സന്ദർഭത്തിലാണ് അബ്സല്യൂട്ട് വീറ്റോ. ഇനി പോക്കറ്റ് വീറ്റോ, ഒരു ബില്ല് ഒപ്പിടാതെ അനിശ്ചിതകാലത്തേക്ക് കൈവശം വയ്ക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെയാണ് നമ്മൾ പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ പോക്കറ്റിലിട്ടു എന്ന് ഓർത്താൽ മതി. അപ്പോൾ നമ്മൾ കൊടുത്തില്ല, പോക്കറ്റിൽ വെച്ചു. അപ്പോൾ ഒരു ബില്ല് ഒപ്പിടാതെ അനിശ്ചിതകാലത്തേക്ക് കൈവശം വയ്ക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് പോക്കറ്റ് വീറ്റോ. പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച ആദ്യ രാഷ്ട്രപതി ആരാന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ജ്ഞാനി സെയിൽ സിംഗ് ആണ് പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച ആദ്യത്തെ രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ അത് ജ്ഞാനി സെയിൽ സിംഗ് ആണ്. 1986 ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലിലാണ് ആദ്യമായിട്ട് പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ചത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ പോക്കറ്റ് വീറ്റോ എന്ന് പറഞ്ഞാൽ ഒരു ബില്ല് ഒപ്പിടാതെ അനിശ്ചിതകാലത്തേക്ക് കൈവശം വയ്ക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെയാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച ആദ്യത്തെ രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ അത് ജ്ഞാനി സെയിൽ സിംഗ് ആണ്. 1986 ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലിലാണ് പോക്കറ്റ് വീറ്റോ പ്രയോഗിക്കുന്നത്. അടുത്തത് സസ്പെൻസീവ് വീറ്റോ. ഒരു ബില്ല് പാർലമെന്റിന്റെ പുനഃപരിശോധനയ്ക്കായി രാഷ്ട്രപതി അയക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന അധികാരമാണ് ഏതെന്ന് പറയുന്നത്? സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബില്ല് പാർലമെന്റിന്റെ പുനഃപരിശോധനയ്ക്കായി രാഷ്ട്രപതി അയക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന അധികാരം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത്. സസ്പെൻസീവ് വീറ്റോ ഉപയോഗിച്ച് ബില്ല് വീണ്ടും പാർലമെന്റിന്റെ അംഗീകാരത്തോടു കൂടി തിരികെ വന്നാൽ അത് ഉറപ്പായും പ്രസിഡന്റ് അംഗീകരിക്കണം. അപ്പോൾ സസ്പെൻസീവ് വീറ്റോ ഉപയോഗിച്ച് ബില്ല് വീണ്ടും പാർലമെന്റിൽ അംഗീകാരത്തോടു കൂടി തിരികെ വന്നാൽ അത് ഉറപ്പായും പ്രസിഡന്റ് അംഗീകരിക്കണം. ഇത്തരത്തിലുള്ള അധികാരം നിയമനിർമ്മാണ സഭയ്ക്ക് കേവല ഭൂരിപക്ഷത്തിലൂടെ മറികടക്കാനായിട്ട് സാധിക്കും. ധനകാര്യ ബില്ലിന്റെ കാര്യത്തിൽ രാഷ്ട്രപതിക്ക് സസ്പെൻസീവ് വീറ്റോ ഉപയോഗിക്കാൻ ആവില്ല. 2006 ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ബില്ല് APJ അബ്ദുൽ കലാം സസ്പെൻസീവ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് സസ്പെൻസീവ് വീറ്റോ എന്ന് പറഞ്ഞാൽ ഒരു ബില്ല് പാർലമെന്റിന്റെ പുനഃപരിശോധനയ്ക്കായി രാഷ്ട്രപതി അയക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന അധികാരമാണ് എന്തെന്ന് പറയുന്നത്? സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത്. സസ്പെൻസീവ് വീറ്റോ ഉപയോഗിച്ച് ബില്ല് വീണ്ടും പാർലമെന്റിന്റെ അംഗീകാരത്തോടു കൂടി തിരികെ വന്നാൽ അത് ഉറപ്പായും പ്രസിഡന്റ് അംഗീകരിക്കുകയും വേണം. അടുത്തതാണ് ക്വാളിഫൈഡ് വീറ്റോ. പാർലമെന്റ് പാസാക്കിയ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ച ബില്ലിൽ രാഷ്ട്രപതി ക്വാളിഫൈഡ് വീറ്റോ പ്രയോഗിച്ചാൽ അത്തരം മറികടക്കണമെങ്കിൽ
എന്ത് ചെയ്യണം? ആ ബില്ല് ആദ്യം പാസ്സാക്കുന്നതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ വീണ്ടും പാസ്സായേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ എന്താണ് ക്വാളിഫൈഡ് വീറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാർലമെന്റ് പാസ്സാക്കിയ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ച ബില്ലില് രാഷ്ട്രപതി ക്വാളിഫൈഡ് വീറ്റോ പ്രയോഗിച്ചാൽ അത്തരം ബില്ല് അത് മറികടക്കണമെങ്കിൽ ആ ബില്ല് ആദ്യം പാസ്സാക്കിയതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ വീണ്ടും പാസ്സാക്കേണ്ടതായി വരും. ഇന്ത്യൻ പ്രസിഡന്റ് ക്വാളിഫൈഡ് വീറ്റോ അധികാരമില്ല. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റിന് വീറ്റോ അധികാരത്തിൽ ക്വാളിഫൈഡ് ഉൾപ്പെടുത്തുന്നു എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിന് എന്തില്ല? ക്വാളിഫൈഡ് വീറ്റോ അധികാരമില്ല. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റിന് എന്തുണ്ട്? ക്വാളിഫൈഡ് വീറ്റോ അധികാരമുണ്ട് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അടുത്തത് രാഷ്ട്രപതി ഭവൻ. ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് രാഷ്ട്രപതി ഭവൻ എന്ന് പറയുന്നത്. ഡൽഹിയിലാണ് രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത്. രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് എഡ്വിൻ ലൂട്ടിൻസ് ആണ്. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഡ്വിൻ ലൂട്ടിൻസ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ബ്രിട്ടീഷ് ഭരണകാലത്ത് രാഷ്ട്രപതി ഭവൻ അറിയപ്പെട്ടിരുന്നത് വൈസ്രോയി ഹൗസ് എന്ന പേരിലാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് രാഷ്ട്രപതി ഭവൻ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ്? വൈസ്രോയി ഹൗസ് എന്ന പേരിലാണ്, അല്ലെങ്കിൽ വൈസ് റീഗൽ പാലസ് എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് രാഷ്ട്രപതി ഭവൻ അറിയപ്പെട്ടിരുന്നത് വൈസ്രോയിസ് ഹൗസ് എന്ന പേരിലാണ്, അല്ലെങ്കിൽ വൈസ് റീഗൽ പാലസ്. 1912 രാഷ്ട്രപതി ഭവൻ നിർമ്മാണം ആരംഭിച്ചത്. രാഷ്ട്രപതി ഭവൻ നിർമ്മാണം പൂർത്തിയാക്കിയ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1929 രാഷ്ട്രപതി ഭവൻ നിർമ്മാണം പൂർത്തിയാക്കിയ വർഷം 1929. അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് രാഷ്ട്രപതി ഭവൻ. രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ എഡ്വിൻ ലൂട്ടിൻസ് ആണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് രാഷ്ട്രപതി ഭവൻ അറിയപ്പെട്ടിരുന്നത് വൈസ്രോയിസ് ഹൗസ് എന്ന പേരിലാണ്, അല്ലെങ്കിൽ വൈസ് റീഗൽ പാലസ്. 1912 രാഷ്ട്രപതി ഭവൻ നിർമ്മാണം ആരംഭിച്ചത്. രാഷ്ട്രപതി ഭവൻ നിർമ്മാണം പൂർത്തിയാക്കിയതാണെങ്കിൽ 1929 വൈസ് റീഗൽ പാലസിൽ താമസിച്ച ആദ്യ വ്യക്തിയാണ് ലോർഡ് ഇർവിൻ. അപ്പോൾ വൈസ് റീഗൽ പാലസിൽ താമസിച്ച ആദ്യ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് ലോർഡ് ഇർവിൻ ആണ്. വൈസ് റീഗൽ പാലസിൽ താമസിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരിയാണ് സി രാജഗോപാല ആചാരി. അപ്പോൾ വൈസ് റീഗൽ പാലസിൽ താമസിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരിയാണ് സി രാജഗോപാലാചാരി. അമൃത ഉദ്യാനം, ഹെർബൽ ഗാർഡൻ എന്നിവ സ്ഥിതി ചെയ്യുന്നത് രാഷ്ട്രപതി ഭവനിലാണ്. അപ്പോൾ അമൃത ഉദ്യാനം അതേപോലെ തന്നെ ഹെർബൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് രാഷ്ട്രപതി ഭവനിലാണ്. ഇനി എന്താണ് രാഷ്ട്രപതി നിലയം? രാഷ്ട്രപതിയുടെ ദക്ഷിണേന്ത്യയിലെ വസതിയാണ് രാഷ്ട്രപതി നിലയം എന്ന് പറയുന്നത്. രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. രാഷ്ട്രപതി നിലയം പണി കഴിപ്പിച്ചത് ഹൈദരാബാദ് നൈസാമാണ് 1860. അപ്പോൾ രാഷ്ട്രപതി ഭവൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി എവിടെയാണ് രാഷ്ട്രപതി നിലയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈദരാബാദിലാണ് രാഷ്ട്രപതി നിലയം. ഇനി അടുത്തതാണ് രാഷ്ട്രപതി നിവാസ്. രാഷ്ട്രപതിയുടെ വേനൽക്കാല വസതിയാണ് ഏതെന്ന് പറയുന്നത് രാഷ്ട്രപതി നിവാസ്. രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത് സിംലയിലാണ്. അപ്പോൾ രാഷ്ട്രപതിയുടെ വേനൽക്കാല വസതിയാണ് രാഷ്ട്രപതി നിവാസ് എന്ന് പറയുന്നത്. രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത് സിംലയിലാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമായിരുന്നു സിംലയിൽ വൈസ്രോയിയുടെ വസതിയായി നിർമ്മിച്ച വൈസ് റീഗൽ ലോഡ്ജ് ആണ് സ്വാതന്ത്ര്യാനന്തരം രാഷ്ട്രപതി നിവാസായി മാറുന്നത്. രാഷ്ട്രപതി നിവാസ് രൂപകൽപ്പന ചെയ്തത് ഹെൻറി ഇർവിൻ ആണ്. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതി നിവാസ് രൂപകൽപ്പന ചെയ്തത് ഹെൻറി ഇർവിൻ. വൈസ് റീഗൽ ലോഡ്ജിലെ ആദ്യ താമസക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഡഫറിൻ പ്രഭു ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ വൈസ് റീഗൽ ലോഡ്ജിലെ ആദ്യത്തെ താമസക്കാരനായിരുന്നു ആരെന്ന് പറയുന്നത് ഡഫറിൻ പ്രഭു. അപ്പോൾ നമുക്ക് 3 ഇമ്പോർട്ടൻ്റ് ആണ്. രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? സിംലയിലാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. രാഷ്ട്രപതി നിയമിക്കുന്നവർ
പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, ഗവർണർ, സുപ്രീം കോടതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ജഡ്ജിമാർ, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, UPSC ചെയർമാൻ അംഗങ്ങൾ, CAG, അറ്റോർണി ജനറൽ, കര, നാവിക, വ്യോമ സംയുക്ത സേന മേധാവികൾ, കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ, കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ഭരണാധികാരികൾ, വിദേശ രാജ്യങ്ങളിലെ അംബാസിഡർമാർ, ഹൈക്കമ്മീഷണർമാർ, ഓൾ ഇന്ത്യ സർവീസ് അംഗങ്ങൾ തുടങ്ങിയവരാണ് രാഷ്ട്രപതി എന്ത് ചെയ്യുന്നത്, നിയമിക്കുന്നത്. ഇനി ആരൊക്കെയാണ് രാഷ്ട്രപതി നീക്കം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവർണർ, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ, UPSC ചെയർമാൻ അംഗങ്ങൾ, സംസ്ഥാന PSC ചെയർമാൻ അംഗങ്ങൾ, അറ്റോർണി ജനറൽ, CAG കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ, കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ തുടങ്ങിയവർ. ഇവരെയാണ് രാഷ്ട്രപതി നീക്കം ചെയ്യുന്നത്. അപ്പോൾ രാഷ്ട്രപതി നിയമിക്കുന്നതും അതേപോലെ തന്നെ രാഷ്ട്രപതി നീക്കം ചെയ്യുന്നതും ആരൊക്കെയാണെന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിയമിക്കുന്നത് പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രി, ഗവർണർ, സുപ്രീം കോടതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ജഡ്ജിമാര്, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, UPSC ചെയർമാൻ അംഗങ്ങൾ, CAG അറ്റോർണി ജനറൽ, കരനാവിക വ്യോമ സംയുക്ത സേന മേധാവികൾ, കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണാധികാരി, വിദേശകാര്യങ്ങളിലേക്കുള്ള അംബാസിഡറുകൾ, വിദേശ രാജ്യങ്ങളിലേക്കുള്ള അംബാസിഡർമാർ, ഹൈക്കമ്മീഷണർമാർ, ഓൾ ഇന്ത്യ സർവീസ് അംഗങ്ങൾ തുടങ്ങിയവർ. നീക്കം ചെയ്യുന്നത് ഗവർണർ, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ, UPSC ചെയർമാൻ അംഗങ്ങൾ, സംസ്ഥാന PSC ചെയർമാൻ അംഗങ്ങൾ, അറ്റോർണി ജനറൽ, CAG കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ, കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ. ഇത്രയും പേരെയാണ് രാഷ്ട്രപതി നീക്കം ചെയ്യുന്നത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ക്ലാസ്സിന്റെ PDF നോട്ടിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ഫാമിലിയിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. ഒന്നുകിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ 1 Click PSC എന്ന ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെലഗ്രാമിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ സെയിം എംബ്ലം തന്നെയാണ് അതിലും വരുന്നത്. അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതിന്റെ PDF നോട്ട് അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് 2021-25 ചോദിച്ച PSC ചോദ്യങ്ങളുമായി അനുബന്ധിച്ച നമ്മുടെ ക്വസ്റ്റ്യൻ പോള് രാത്രി 9 മണിക്കായിരിക്കും. അപ്പോൾ അതിൽ കൂടി എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെറ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.